അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി നടത്തുന്ന സമാധാന ചർച്ചകൾക്കെതിരെ ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും ഡെമോക്രാറ്റുകളിൽ നിന്നും ശക്തമായ വിമർശനം. ഇറാനെ മേഖലയിലെ പ്രബല ശക്തിയായി അംഗീകരിക്കുന്നതിന് തുല്യമാണ് ഈ നീക്കമെന്നാണ് റിപ്പബ്ലിക്കൻ നേതാക്കളുടെ പ്രധാന ആക്ഷേപം. 3 മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനുമായി ഉണ്ടാക്കുന്ന സമാധാന കരാറിലെ വ്യവസ്ഥകൾ അവർ പാലിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ലെന്ന് സെനറ്റ് സായുധ സേനാ കമ്മിറ്റി ചെയർമാൻ ചൂണ്ടിക്കാട്ടി. മുൻ യുദ്ധകാലത്തെ സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ മാത്രമേ ഈ ചർച്ചകൾ സഹായിക്കൂ എന്നും പ്രസിഡന്റ് ഇറാന്റെ കെണിയിൽ വീഴുകയാണെന്നും ഡെമോക്രാറ്റിക് സെനറ്റർമാരും കുറ്റപ്പെടുത്തി. എന്നാൽ വിമർശകർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ട്രംപ് പ്രതികരിച്ചത്. ഒന്നിനെക്കുറിച്ചും അറിവില്ലാത്ത തോൽവി അണികളാണ് വിമർശനങ്ങൾക്ക് പിന്നിലെന്ന് ട്രംപ് പരിഹസിച്ചു. മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ 2015 ഉണ്ടാക്കിയ കരാറിന് നേർവിപരീതമായ ഒന്നാണ് താൻ ലക്ഷ്യമിടുന്നത്. ഒബാമ ഇറാന്റെ ആണവ മോഹങ്ങൾക്ക് വഴി തുറക്കുകയും അവർക്ക് വൻതോതിൽ പണം നൽകുകയുമാണ് ചെയ്തത്. എന്നാൽ താൻ ചർച്ച ചെയ്യുന്ന കരാറിന്റെ പൂർണ്ണരൂപം ഇതുവരെ ആരും കണ്ടിട്ടില്ലെന്നും ചർച്ചകൾ പൂർത്തിയായിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇത്തരം അനാവശ്യ വിമർശനങ്ങൾ ആരും ചെവി കൊള്ളേണ്ടതില്ലെന്നും ട്രംപ് സ്വന്തം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാൻ ഭീകരവാദികൾക്ക് വീണ്ടും കോടിക്കണക്കിന് ഡോളർ ലഭിക്കുന്നതും ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം അവർക്ക് കൈവരുന്നതുമായ ഒരു കരാറും അംഗീകരിക്കാനാകില്ലെന്ന് ടെഡ് ക്രൂസ് വ്യക്തമാക്കി. ട്രംപ് ഭരണകൂടത്തിലെ മുൻ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോയും കരാറിനെതിരെ രംഗത്തെത്തി. ഇത് ഒബാമ സർക്കാരിന്റെ പഴയ നയങ്ങളുടെ തുടർച്ചയാണെന്നും ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ തടയുകയാണ് വേണ്ടതെന്നും പോംപിയോ ട്വിറ്ററിൽ കുറിച്ചു. എന്നാൽ പോംപിയോയ്ക്ക് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരമില്ലെന്നും അദ്ദേഹം വായടച്ചിരിക്കുന്നതാണ് നല്ലതെന്നും വൈറ്റ് ഹൌസ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ സ്റ്റീവൻ ചുങ് തിരിച്ചടിച്ചു. അതേസമയം ട്രംപിനെ സ്ഥിരമായി വിമർശിക്കാറുള്ള സെനറ്റർ റാൻഡ് പോൾ ഇത്തവണ ട്രംപിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് ശ്രദ്ധേയമായി. യുദ്ധങ്ങൾ അവസാനിക്കുന്നത് ചർച്ചകളിലൂടെയാണെന്നും അതുകൊണ്ട് അമേരിക്ക ഫസ്റ്റ് നയത്തിലൂന്നിയ ഒരു പരിഹാരം കണ്ടെത്താൻ പ്രസിഡന്റിന് ആവശ്യമായ സമയം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസണും ട്രംപിന് പിന്തുണ പ്രഖ്യാപിച്ചു. കരാറിന്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരുന്നതിന് മുൻപ് ധൃതി പിടിച്ച് വിധി പറയരുതെന്നും ഇറാന്റെ ആണവ മോഹങ്ങളെ തളയ്ക്കാൻ ട്രംപിന്റെ ദൃഢനിശ്ചയത്തിന് സാധിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും മൈക്ക് ജോൺസൺ വ്യക്തമാക്കി. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനുമുള്ള സമാധാന കരാർ ഉടൻ യാഥാർത്ഥ്യമാക്കാൻ സാധ്യത. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നും കരാറിലെത്തിയില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. പ്രാദേശിക ഉദ്യോഗസ്ഥരും അമേരിക്കൻ പ്രതിനിധികളുമാണ് നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ കാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ചർച്ചകൾക്കായി തിങ്കളാഴ്ച ഖത്തറിലെത്തി. കഴിഞ്ഞ മാസം പാകിസ്ഥാനിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി കാലിബാഫ് നേരിട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ ഭൂരിഭാഗം വിഷയങ്ങളിലും അനുരഞ്ജനത്തിൽ എത്തിയെങ്കിലും കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബക്കായി മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. കരാറുടൻ ഒപ്പുവെക്കുമെന്ന പ്രചാരണങ്ങളെ അദ്ദേഹം തള്ളിക്കളഞ്ഞു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയെയും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരെയും കൊലപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ച യുദ്ധത്തിന് 12 ആഴ്ചകൾ പിന്നിടുകയാണ്. ലബനനിൽ ഇസ്രായേലുമായി പോരാടുന്ന ഹിസ്ബുള്ള ഉൾപ്പെടെ എല്ലാ മേഖലകളിലെയും യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ടെഹ്റാൻ ആവശ്യപ്പെടുന്നത്. ഏപ്രിൽ 7 മുതൽ UAEക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളും ഹോർമൂസ് കടലിടുക്കിലെ വെടിവെപ്പും ഉണ്ടായെങ്കിലും ദുർബലമായ വെടിനിർത്തൽ നിലവിലുണ്ട്. സ്ഥിരമായ ഒരു സമാധാന കരാറിലെത്തിയാൽ ലോകത്തെ മൊത്തം എണ്ണയുടെ 20% കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ കഴിയും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.